അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നൂന് തൗക്കീദിനെ കുറിച്ചാണ് അല്ലേ. തൗക്കീദിൻ്റെ നൂനെ കുറിച്ച് അതിൽ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ മുഖവുര നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്കാണ് നോക്കാനുള്ളത്. ഫസുലൻ وتقول فيما كان آخره واوا نحو يغزو. وتقول നീ പറയുന്നു ഫീമാ ഒന്നിൽ കാന ആഖിറുഹു അതിൻ്റെ അവസാനമായിരിക്കുന്നു വാവൻ, അവസാനം വാവായിരിക്കുന്ന ഫീല് മുളാരി അല്ലേ. ഫീല് മുളാരി അല്ലെങ്കിൽ അംറ് ഏതെങ്കിലുമൊക്കെ പറ്റും. അങ്ങനെ അവസാനം വാവായിരിക്കുന്നതിൽ നീ പറയുന്നതാണ്. എങ്ങനെ പറയും? നഹ്വു യഗ്സു എന്നുള്ളതിൽ നിന്ന് പറയും വസ യഗ്സു യുദ്ധം ചെയ്യുക എന്നല്ലേ. അതിൽ നീ പറയും എന്ത്? സഖീലയുടെ നൂനെ കടത്തിയിട്ട് ഉഗ്സുവന്ന നിങ്ങൾ യുദ്ധം ചെയ്യുക, തീർച്ചയായും നിങ്ങൾ യുദ്ധം ചെയ്യുക, അമ്രായിട്ട് കേട്ടോ. ഉഗ്സുവന്ന എന്ന് പറയും. ഓക്കെ, വസ യഗ്സു ഉഗ്സുവന്ന ലിഅന്നമാ ഖബല നൂൻ തഖീലത്തി, കാരണം സഖീലയുടെ നൂനിന് മുമ്പുള്ളത്, കാരണം ലിഅന്ന തീർച്ചയായും, കാരണം മാ ഖബല നൂൻ തഖീലത്തി സഖീലയുടെ നൂന്, അപ്പോൾ ഉസുവന്ന എന്നുള്ള നൂനിലെ അതിൻ്റെ മുമ്പുള്ളത് യുബ്ന അലൽ ഫത്ഹി, അത് ഫത്ഹിൻ്റെ മേലാണ് എടുക്കപ്പെടുന്നത്. ഉസു വ എന്നല്ലേ, ഉസു വന്ന എന്നാണ്. വഫിത് തസ്നിയത്തി, ഇനി അവസാനം വാവ് വരുന്നതിൽ തസ്നിയാണെങ്കിലോ ഉസുവാന്നി ഉഗ്സുവാന്നി അങ്ങനെ ആയിരിക്കും കേട്ടോ. വഫിൽ ജംഇ ഉസുന്ന എന്ന് പറയുള്ളൂ. പകരം ഇങ്ങനെ പറയില്ല ഉഗ്സുവുന്ന എന്ന് പറയില്ല, പകരം ഉഗ്സുന്ന എന്ന് പറയുകയുള്ളൂ. വകാന ഫിൽ അസ്ലി, ഈ ഉഗ്സുന എന്നതിൻ്റെ അസിൽ അതായിരുന്നു ഉഗ്സുവുന്ന എന്നായിരുന്നു. ഓക്കെ, ഉഗ്സുവുന്ന. ഫസ്തസ്ഖലത്തിൽ ളമ്മതു അലൽ വാവി, വാവിൻ്റെ മേൽ ലൊമ്മ് പ്രയാസമായി. ഉഗ്സുവുന്ന എന്ന് വു എന്നല്ലേ, ആ വാവിൻ്റെ മേൽ ലൊമ്മ് പറയൽ അത് ഇസ്തസ്ഖല, അത് ഭാരമായപ്പോൾ. അല്ലത്തി ഖബ്ലഹ ലമ്മത്തുൻ, എങ്ങനത്തെ വാവാണ്? അതിൻ്റെ മുമ്പിൽ ലൊമ്മുണ്ട്, അപ്പോൾ ഒരു വാവും അതിൻ്റെ മുമ്പിൽ ലൊമ്മുമുണ്ട്. അങ്ങനത്തെ ഈ ലൊമ്മ് ഈ വാവിൻ്റെ മേലെ പറയൽ പ്രയാസമായപ്പോൾ ഫഅസ്കനൂഹ, അറബികൾ അല്ലെങ്കിൽ നഹ്വിൻ്റെ പണ്ഡിതന്മാർ അതിനിക്ക് ഈ ഫഅസ്കനൂഹ സുമ്മ ഹദഫു, ഈ വാവിൻ്റെ മേൽ ലൊമ്മ് കൊടുക്കൽ പ്രയാസമായതുകൊണ്ട് ആ വാവിനെ അവർ സുക്കൂനാക്കി പറഞ്ഞു. ഫഅസ്കനൂഹ, അവർ അതിനിക്ക് സുക്കൂൻ നൽകി. സുമ്മ ഹദഫൂഹ, പിന്നെ അങ്ങനെ സുക്കൂൻ നൽകിയാൽ പിന്നെ ഉഗ്സുവ്ന എന്നല്ലേ, ഉഗ്സുവ്ന എന്നാണ്. അവിടെ വ് കഴിഞ്ഞാൽ പിന്നെ ന എന്നല്ല, അവിടെ രണ്ട് ഇൽത്തിഖാ സാക്കിനല്ല. അപ്പോൾ അത് എന്ത് ചെയ്യും? ഫഅസ്കനൂഹ, അതിനിക്ക് സുക്കൂൻ ചെയ്തു. സുമ്മ ഹദഫൂഹ, പിന്നെ വാവിനെ കളയുകയും ചെയ്തു. അങ്ങനെയാണ് ഉഗ്സുവുന്ന എന്നുള്ളത് ഉഗ്സുന്ന എന്നായത്. അപ്പം എങ്ങനെയാണ് അത് പറയേണ്ടത്? വാവ് ഹർഫ് ലൈഫ്, ഹർക്കത്തു ലൊമ്മത്ത് കവിയിലെ ശക്തമായ ഹർക്കത്താണ് എന്ത്? ലൊമ്മത്ത് വാവിൻ്റെ മേലെ. അപ്പോൾ എന്ത് ചെയ്തു? ഉസ്കിന, അതിനിക്ക് എന്ത്? സുക്കൂൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അതിനെ ഹദഫ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ അസ്ൽ പറയട്ടോ. ഇനി അതുപോലെ തന്നെ വൽ യഉ ഫീ ഹാദൽ ബാബി, അപ്പം നമ്മളെന്താ പറഞ്ഞത്? അവസാനത്തിൽ വാവായി വന്നാൽ അതിങ്ങനെയൊക്കെയാണ് ആവുക. എങ്ങനെയൊക്കെ? ഉഗ്സുവന്ന, ഉഗ്സുവാന്നി, ഉഗ്സുന്ന എന്നൊക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെയാണ് അവസാനം യ ആയാൽ വൽ യഉ ഫി ഹാദൽ ബാബി കൽ വാവി, യാ ഈ ബാബിൽ എന്ന് പറഞ്ഞാൽ സഖീല ഖഫീഫ എന്നുള്ളതിൻ്റെ ഈ ബാബിൽ, കൽ വാവി അത് വാവിനെ പോലെയാണ്. ഓക്കെ, വാവിനെ പോലെയാണെന്ന് പറഞ്ഞത് അതുപോലെയായിരിക്കും ഇവിടെയും വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ തഖൂലു ഫിൽ മുഫ്രദി, മുഫ്രദിൽ നീ പറയും റമ ഇർമി അല്ലേ, ഇർമിയന്ന, ഉഗ്സുവന്ന എന്ന് പറഞ്ഞ പോലെ ഇർമിയന്ന, നീ എറിയുക, തീർച്ചയായും നീ എറിയുക. വലിൽ ഇസ്നൈനി, തസ്നിയയ്ക്ക് വേണ്ടി നീ പറയും ഇർമിയാന്നി. വലിൽ ജമ്മി ഇർമുന്ന. ഓക്കെ, ഇർമിന്ന എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ വലിൽ മർഅതി, മുഅന്നസിനിക്ക് വേണ്ടി നീ പറയും ഇർമിന്ന എന്ന് നീ പറയും.
വൽ അസ്ലു ഇർമീന്ന എന്നാണ്. മുഅന്നസിന് പറയുന്ന ഇർമിന്നയുടെ അസ്ല് ഇർമീന്ന എന്നാണ്. ഫഹുദിഫത്തിൽ യാഉ ഇവിടുത്തെ യാഇനെ കളയപ്പെട്ടു. ലിൽത്തിഖാഇ സാക്കിനൈനി അത് ഇൽത്തിഖാ സാക്കിന അതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇർമി ഇന്ന എന്നായിരുന്നു അല്ലേ. ഇർമി ഇന്ന ജമ്മ് ഇർമുന്ന. അപ്പോൾ വലിൽ മർഅത്തി ഇർമിന്ന വൽ അസ്ലു ഇർമിയിന്ന എന്നായിരുന്നു. ഫഹുദിഫത്തിൽ യാഉ ഇവിടുത്തെ യാഇനെ കളയപ്പെട്ടു. എന്തുകൊണ്ട്? ഇൽത്തിഖാഇ സാക്കിൻ രണ്ട് ഇൽത്തിഖാഇ സാക്കിൻ എന്ന് പറഞ്ഞാൽ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുക ഒപ്പം വരിക എന്നർത്ഥം. ഇർമീന്ന ഇർമിയിന്ന എന്നുള്ളടത്ത് ഇർമീന്ന എന്നർത്ഥം. ഇർമീന്ന അല്ലേ ഇഫ് അലീന അല്ലേ ഇഫ് അലീ എന്നല്ലേ നീ എടിപ്പെണ്ണ ചെയ്യുക. അപ്പോൾ ഇർമീന്ന എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? യാ എന്താണ്? സുക്കൂനാണ്. അതുപോലെ തന്നെ നൂനിൻ്റെ ഒന്നാമത്തെ നൂനും സുക്കൂനല്ലേ. അപ്പോൾ രണ്ടും ഇൽത്തിഖാഉസാക്കി രണ്ട് സുക്കൂനുകളൊപ്പം വന്നപ്പോൾ എന്ത് ചെയ്തു? യാഇനെ കളഞ്ഞുപോയി. ഇനി വലിത്തസ്നിയത്തി ഇർമിയാന്നി വലിൽ ജമാഅത്തി ജമ്മു മുഅന്നസിനിക്കോ ഇർമീനാന്നി. ഓക്കെ. വതഖൂലു ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ വാവ് അവസാനം പറഞ്ഞു, യാ അവസാനം പറഞ്ഞു. വതഖൂലു നിങ്ങൾ പറയുന്നു ഫീമാ കാന ആഖിറു അലിഫൻ അവസാനം അലിഫായതോ നഹ്വ റളിയ ഇർലാ പോലുള്ളത് ഇർലിയന്ന ഇർലിയാനി ഇർലുവുന്ന. ഓക്കെ. ഇർലിവുന്ന കേട്ടോ. അതുപോലെ തന്നെ മുഅന്നസ് വൽ മർഅത്തി മുഅന്നസ് ആണെങ്കിൽ മുഅന്നസ് സ്ത്രീ വചനത്തിന് പറയും ഇർമിയിന്ന ഇർമിയല്ല ഇർലിലെ ഇർലിയിന്ന ഇർലിയാനി ഇർലീനാനി മറ്റേത് ഇർമീനാനി ആയിരുന്നു ഇവിടെ. അതുപോലെ വൽ മർഅത്തി ഇങ്ങനെ റളിയ ഇർല എന്നല്ലേ. അപ്പോൾ ഇർലി എന്നാണ് അതിൻ്റെ എന്തുണ്ടാവുക? അമറുണ്ടാവുക. അത് സെക്കൻഡ് കടന്നപ്പോൾ ഇർലിയിന്ന ഇർലിയാനി ഇർലിവുന്ന ഇർലിയിന്ന ഇർലിയാനി ഇർലീനാനി ബിസ്ബാത്തിൽ വാവിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടും. അതുപോലെ തന്നെ വൽയായി ഇവിടെ ഇർലിവുന്നയിലും ഇർലിയിന്നയിലും വാവിനെയും യായിനെയും സ്ഥിരപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ. ഫസ്ലുൻ ഒരു ഫസ്ലും കൂടെ നമുക്ക് പറയാം. വമാക്കാന ഹർഫുൽ ഇല്ലത്തി ഫി ഐനിഹി ഇനി ഇല്ലത്തിൻ്റെ ഹർഫ്. ഇപ്പോൾ നമ്മൾ ഇല്ലത്തിൻ്റെ ഹർഫ് തന്നെ അവസാനത്തിൽ വരുമ്പോൾ അതിൻ്റെ സർഫുകൾ തന്നെ എങ്ങനെയാണ് വരിക എന്നാണ് പഠിച്ചത്. ഇനി ഇല്ലത്തിൻ്റെ ഹർഫ് അത് ഐൻ ഫീലാണെങ്കിലോ വമാക്കാന ഹർഫുൽ ഇല്ലത്തി ഫി ഐനിഹി അത് അതിൻ്റെ ഐൻ ഫീലിലാണെങ്കിൽ തഖൂലു നീ പറയും ഫീഹി അതിൽ നീ പറയും ഖൂലന്ന ഖൂലാനി ഖൂലുന്ന. ഓക്കെ. ഖാലാണല്ലോ ഖാല യഖൂലു അതിൻ്റെ ഖുൽ അത് ഖൂലന്ന എന്ന് പറയും. എന്തിന്? കേടിനും കടന്നാൽ പിന്നെ നിങ്ങൾ തീർച്ചയായും പറയുക ഖൂലന്ന ഖൂലാനി ഖൂലുന്ന. അത് ഇനി മുഅന്നസ് ആണെങ്കിലോ ഖൂലിന്ന ഖൂലാനി ഖുൽനാനി എന്ന് പറയും. അതുപോലെ തന്നെയാണ് എന്ത്? വകദാലിക അപ്രകാരം തന്നെയാണ് സീറന്ന സീറാനി സീറുന്ന വൽ മർഅത്തി സീരിന്ന സീറാനി സിർനാനി എന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ എന്താണ് ഇപ്പോൾ പഠിക്കുന്നത് എന്താണ് മനസ്സിലായല്ലോ. ഖഫീഫയുടെ നൂന് വന്നാൽ എങ്ങനെയൊക്കെയാണ് മുഅ്തല്ലായ ഫീലാണെങ്കിൽ പറയുക. അത് വാവാണെങ്കിൽ അതിനൊരു ഉദാഹരണം ഓസു വന്ന തുടങ്ങിയിട്ട് അത് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരം യാ കൊണ്ടാണ് മുഅ്തല്ലെങ്കിൽ റമ ഇർമി എന്ന് വെച്ചിട്ടാണ് പഠിച്ചു. ഇനി അവസാനത്തെ അക്ഷരം എന്താണ്? റളിയ ഇർല എന്നുള്ള അലിഫാണെങ്കിൽ അതെങ്ങനെയാണ്? ഇർല അല്ലേ റളിയ ഇർല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു, അതിൻ്റെ സർഫും പഠിച്ചു. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മാറിക്കണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളിത് സർഫിൽ പഠിച്ചതല്ലേ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഹർക്കത്തുകൾ പരസ്പരം മാറിക്കണമെങ്കിൽ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഓസുവന്ന അതിൻ്റെ ഒരു സർഫ് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ഇർമിയന്ന അതുപോലെ തന്നെ ഇർലിയന്ന അത് പഠിക്കുക. അതുപോലെ തന്നെ എന്തും ഐൻഫീൽ മുത്തലായ കൂലന്ന കൂലാനി കൂലുന്ന തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ഐൻഫീൽ അത് വാവ് കൊണ്ട് മുത്തല. ഇനി യാവ് കൊണ്ട് മുത്തലാണെങ്കിൽ സീരിന്ന സീറാനി തുടങ്ങിയിട്ടുള്ള
അത് നോക്കട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ അസ്ലുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. അസ്സലാമു അലൈക്കും.